മൈസെൽഫ് അനീഷ്, GDC തൃശ്ശൂർ നിന്നാണ്. ഡോക്ടർ ഭാട്ടിയ എന്ന് പറയുന്ന MDS കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഡോക്ടർ ഭാട്ടിയ എന്ന് പറയുന്നത് എൻട്രൻസ് കോച്ചിങ് ഫീൽഡിൽ തന്നെ ദ മോസ്റ്റ് ഫെമിലിയർ ഫേസ് ആണ്. 1996 തൊട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് സെന്ററിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല. ഡോക്ടർ ഭാട്ടിയുടെ ഇപ്പോഴത്തെ മെയിൻ ആയിട്ട്, അതായത് MDS കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മോർ ദാൻ പ്രൊമോഷൻ ഓഫ് ദെയർ കോഴ്സസ്, ദേ ആർ ആക്ച്വലി ഇനീഷ്യേറ്റിംഗ് ഇൻ നമ്മുടെ ഈ ഡെന്റൽ കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മെയിൻ കൺസെപ്റ്റ് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതായത് അവരുടെ ലോ പേ, അതേപോലെ തന്നെ ഡെന്റൽ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്ന പല ഇഷ്യൂസും ഡോക്ടർ ഭാട്ടിയെ ചൂണ്ടിക്കാണിച്ച് അതിനൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു മേജർ കൺസെപ്റ്റാണ് ഇന്നത്തെ മീറ്റിംഗിൽ എനിക്ക് കിട്ടിയത്. ആൻഡ് ദർ വർ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഹെൽത്തി ഡിസ്കഷൻസ് ഗോയിങ് ഓൺ. അതിൽ മെയിനായിട്ട് ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് RCT ചെയ്ത ഒരു കുട്ടി ശസ്ത്രക്രിയയുടെ ഇടയിൽ മരണപ്പെട്ടു. ആരോൺ എന്താണോ പേര്. അപ്പോൾ ആ കുട്ടിയുടെ മരണവാർത്ത വന്ന ആ ന്യൂസ് ചാനലിൻ്റെ ഒക്കെ അടിയിൽ വന്ന ഒരുപാട് കമൻസ് ആയിരുന്നു, ഈ 4 വയസ്സായ കുട്ടിക്ക് എന്തിനാണ് റൂട്ട് കനാൽ. അപ്പോൾ അതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പലരും ഇങ്ങനത്തെ കുറേ കമൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് പബ്ലിക്കിന് ഇപ്പോഴും അവെയർ അല്ല കുട്ടികൾക്ക് റൂട്ട് കനാലിൻ്റെ ആവശ്യകത എന്താണ്. ഇപ്പോൾ ക്രോണിക് പെരിയോഡോണ്ടൈറ്റിസ് എന്നൊക്കെ കേൾക്കും. അത് നമ്മുടെ ജനറൽ ഹെൽത്തിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഈ പറയുന്ന ഡെന്റൽ ഹെൽത്തും ജനറൽ ഹെൽത്തും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്, അങ്ങനെ പല കാര്യങ്ങളിലും ആളുകൾക്ക് ഇപ്പോഴും അവയർനെസ് ഇല്ല. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെന്റൽ ഹെൽത്ത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സോഷ്യൽ അവയർനെസ് കൊടുക്കുക എന്ന് പറയുന്നത് ആസ് എ ഡെന്റിസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ്. അതെങ്ങനെ അച്ചീവ് ചെയ്യണം, അങ്ങനെ ഒരു സോഷ്യൽ അവയർനെസ് കൊണ്ടുവരുമ്പോൾ മാത്രമായിരിക്കും ആളുകൾ കുറച്ചും കൂടെ അവെയർ ആവുക. അപ്പോഴായിരിക്കും ഡെന്റൽ ഹെൽത്തിനെ കുറിച്ച് അവർ കൺസേൺഡ് ആവുക. അപ്പോഴായിരിക്കും ക്ലിനിക്കിലോട്ട് പേഷ്യൻ്റ് ഫ്ലോ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസ് സൊസൈറ്റിയിലോട്ട് എത്തുന്നത്. അബ്രോഡ് ബാക്കിയുള്ള കൺട്രീസിലാണെങ്കിൽ അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം. പല്ല് നിലനിർത്തുന്നതിൻ്റെയും അതിൻ്റെ ആരോഗ്യത്തിൻ്റെയും കാര്യങ്ങൾ അവർ അവെയർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും അതിൻ്റെ അവെയർനെസ് കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ലോ പേ, അതേപോലെ തന്നെ ഫുൾ കംപ്ലീറ്റ് സാച്ചുറേറ്റഡ് എന്ന് പറയുന്ന കണ്ടീഷൻ മാറും. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഹെൽത്തി ഡിസ്കഷൻസും ഇന്നിവിടെ ഉണ്ടായി. സോ ഇറ്റ് വാസ് എ വെരി യൂസ്ഫുൾ സെഷൻ. ആൻഡ് ഇതിനായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ഡെന്റൽ സ്റ്റുഡൻസ് എടുക്കുന്നതായിരിക്കും. ഡെന്റൽ സ്റ്റുഡൻസ് ഇങ്ങനെ ഒരു അസോസിയേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓർഗനൈസിങ് ദിസ്. ആൻഡ് ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമായിരിക്കും. ആൻഡ് മോർ ഇതുപോലത്തെ മീറ്റിംഗ്സ് ഉണ്ടാവാനായിട്ട് ഐ എം വിഷിംഗ് ഫോർ ദാറ്റ്. താങ്ക് യു.